സമ്പാദ്യത്തിന്റെ, എൻ്റെ അധ്വാനത്തിന്റെ, എൻ്റെ വേർപ്പിന്റെ ഒരു ഭാഗം ഞാൻ പല മേഖലകളിലായി ചിലവ് ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു അന്ന് ഞാൻ ആ സിനിമ ചെയ്തതും കൂടി. അതിനുശേഷം പിന്നെ നമ്മൾ ഒരു ആശയം മുന്നോട്ട് വന്നു. സിദ്ദിഖ് പറവൂരിനെ ഞാൻ കണ്ടുമുട്ടുകയും എനിക്ക് തോന്നുന്നു 1 വർഷത്തിലധികമായി ഇപ്പൊ അദ്ദേഹമായിട്ടുള്ള സൗഹൃദം. അപ്പൊ എന്റെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം എന്നെ തേടിപ്പിടിച്ച് ഞങ്ങൾ നമ്മുടെ സ്വന്തമായ ഒരു ബിൽഡിങ്ങും ഓഫീസും ഞങ്ങൾക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചാലക്കുടിയുടെ ഹൃദയഭാഗത്ത് തന്നെയുണ്ട്. 6 നിലകളിലായിട്ട് പ്രവർത്തിക്കുന്ന ആ ബിൽഡിങ്ങിൽ അദ്ദേഹം വരികയും ഞാനായിട്ട് സംസാരിക്കുകയും ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി വളരെ നല്ല വ്യക്തിത്വവും, അതുപോലെ തന്നെ സിനിമാ മേഖല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആർക്കും ആരോടും ഒരു കടപ്പാടില്ല. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതല്ല. കാരണം പ്രൊഡ്യൂസർക്ക് മാത്രം നഷ്ടം ഉണ്ടാക്കുന്ന ഒരു മേഖല, അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് മാത്രം ലാഭം ഉണ്ടാക്കുന്ന മേഖല, അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ സിനിമ എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പൊ സിദ്ദിഖ് എൻ്റെ ഒരു ബ്രോ ആണ്, ഞാൻ ബ്രോ എന്ന് വിളിക്കുന്നത്, സിദ്ദിഖ് ഭായ് എന്നും വിളിക്കും. അപ്പോ അദ്ദേഹം വന്ന് എന്നെ അടുത്ത് സംസാരിച്ചപ്പോൾ 2 സിനിമകൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞപ്പോ വളരെ നല്ലത്. അപ്പോ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് സമൂഹത്തിന് ഒരു തീം, ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു 2 സിനിമകളായിരുന്നു. അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ വീണ്ടും ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ഉള്ള പ്ലാനിങ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പൊ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ, ചിലപ്പോൾ വേൾഡിൽ തന്നെ ഒരു ലൊക്കേഷനിൽ ഒരേ ക്രൂസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ സിനിമ നിർമ്മിച്ചത്. മീൻസ് ഇപ്പൊ ഒരു വീട്, ആ വീടിന്റെ മുൻഭാഗം ഒരു സിനിമയുടെ വീടായിട്ടും പിൻഭാഗം വേറൊരു വീടിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചിത്രീകരിച്ചത്. അപ്പൊ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ഓടേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ ചെലവ് കുറഞ്ഞു. രണ്ടാമത് ഇതിന്റെ ക്രൂസ്, ഇത് എല്ലാവരും തന്നെ, ഇപ്പൊ ഡോക്ടർ അനശ്വര, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പലരും ഉണ്ട്, വേദി സദസ്സിലുണ്ട്, എല്ലാവരും അവിടെ തന്നെ ചിലപ്പോ 1 മണിക്കൂർ മുൻപ് നിഴൽ വ്യാപാരികളുടെ ഷൂട്ട് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോൾ അഭിനയിക്കാൻ പോകുന്ന എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറിനെയാണ് ഉൾക്കൊള്ളുന്നത്. ആ ഒരു സംവിധാനം നമ്മുടെ ഈ ഇവിടെ ഇരിക്കുന്ന ഈ കലാകാരന്മാരിൽ ഈ കല ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ള ഒരു സവിശേഷതയും കൂടി ഇതിനകത്തുണ്ട്. അങ്ങനെ നമ്മുടെ സിദ്ദിഖ് ഭായിയുടെ ഈ പ്രചോദനം, അതുപോലെ തന്നെ ഞാനും അദ്ദേഹത്തോടൊപ്പം കൂടിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ധൈര്യം, ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയണമെന്നൊന്നും വിചാരിക്കരുത്. കാരണം അദ്ദേഹം സത്യത്തില് ഞാനുണ്ടെങ്കിൽ ഒരു ധൈര്യമാണെന്ന് എപ്പോഴും പറയുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോ ചെറിയ പൈസ എന്ന് പറഞ്ഞാലും ആന മെലിഞ്ഞാലും തൊഴുത്തേ കെട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ സിനിമയ്ക്ക് ആവശ്യമായ ഘടകങ്ങളിലുള്ള പൈസ ചെലവാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആ സിനിമ നിർമ്മിച്ചത്. അത്യാവശ്യം പൈസ ചെലവായെങ്കിലും ഞങ്ങൾക്ക് നല്ല മാനസിക സന്തോഷമുണ്ട്. കാരണം ഇതൊരു നല്ല സോഷ്യൽ മെസ്സേജ് ആയിരുന്നു. അതിനെപ്പറ്റി അദ്ദേഹം പറയുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഞങ്ങൾ 2ാമത്തെയും 3ാമത്തെയും പ്രോജക്റ്റ് അങ്ങനെ ചെയ്തു. അതിന് നിരവധി അവാർഡുകൾ കിട്ടി. ആദ്യം ഞങ്ങൾക്ക് സത്യജിത്ര റായ് ഫൗണ്ടേഷന്റെ അവാർഡ് 9 or 10 അവാർഡ് അതിനകത്ത് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഇന്റർനാഷണൽ അവാർഡ്, രാജസ്ഥാൻ ഫിലിം സൊസൈറ്റി അവാർഡ് അത് കിട്ടിയിരുന്നു. അതിനുശേഷം ഇപ്പോ നമ്മുടെ ഫിലിം ക്രിട്ടിക് അവാർഡ്, അപ്പോ അത്രത്തോളം എത്തി നിൽക്കുന്നു. പല ഫെസ്റ്റിവലുകൾക്കും അയച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങളത് പടം റിലീസ് ചെയ്യാത്തത്. ജോസഫ് സാർ പറഞ്ഞ പോലെ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടെന്നറിയാം. ഒരു പക്ഷേ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇനിയും പല ഫെസ്റ്റിവലുകളിലും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അവാർഡ് കിട്ടോ ഇല്ലെന്നറിയില്ല. അപ്പൊ അങ്ങനെയുള്ള മുന്നോട്ടുള്ള പ്രയാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഞങ്ങൾ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജി മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് പരിചയപ്പെടുത്താൻ. എല്ലാവർക്കും അറിയാം AI-നെ പറ്റി. എന്നിരുന്നാലും സിനിമ രൂപത്തില് ഫുള്ളായിട്ട് ചിത്രീകരിച്ച് സെൻസർ ചെയ്ത് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ആദ്യത്തെ വാലപ്പൻ ക്രിയേഷന്റെ ചിത്രമാണ്. അപ്പൊ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനോ അതുപോലെ തന്നെ അത് ജനങ്ങളിൽ എത്തിക്കാനുമായിട്ടാണ് ഇന്നിപ്പോ നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഈ AI ഫിലിമിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഈ മീറ്റിംഗിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്.
നിങ്ങളുടെ സംശയങ്ങളോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളോ കാര്യങ്ങളോ എല്ലാം നമുക്കിവിടെ സംസാരിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.